All right. So welcome everybody to our another session. നമ്മുടെ വെളിപാടിന്റെ മറ്റൊരു ബൈബിൾ സ്റ്റഡി സെഷന് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ സെഷനിൽ ചെയ്ത കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കി അല്ലെ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ നമ്മൾ എന്താണ് ഇതുവരെ കവർ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാം. നമ്മൾ വെളിപാടിന്റെ 6-ാം അധ്യായം വരെ എത്തി. നമ്മൾ വെളിപാടിന്റെ 6 എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അപ്പോസ്തലനായ യോഹന്നാനോട് ദൈവം എഴുതാൻ പറയുന്നുണ്ട്. 1, അവൻ കണ്ടത്, നീ കാണുന്നത് എഴുതാൻ. 2, ഇപ്പോൾ ഉള്ളത്, അതാണ് 7 സഭകൾ. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി വരുവാനിരിക്കുന്നത്. അങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ച് എഴുതുവാനാണ് പറയുന്നത്. താൻ കണ്ടത് ദ സൺ ഓഫ് മാൻ അല്ലെ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത യേശു ക്രിസ്തുവിന്റെ രൂപത്തെ കുറിച്ച് എഴുതി. ആ പത്മോസ് ദ്വീപിൽ ഇരുന്നപ്പോൾ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത് അത് എഴുതി. അതിനുശേഷം അതുവരെ ഇപ്പോൾ ഉള്ളത് ആ 7 സഭകളോടുള്ള 7 ദൂത് എഴുതി. അതിനുശേഷം ഇനി വരാനിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലെ. നമ്മൾ 4-ാം അധ്യായം 5-ാം അധ്യായം നമ്മൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ 6-ാം അധ്യായം ആയി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞതുപോലെ 4-ാം അധ്യായം വരെ അത് സഭകളായിരുന്നു അതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലെ. സഭകളായിരുന്നു ഈ കഥയുടെ മെയിൻ സെന്റർ അട്രാക്ഷൻ. പക്ഷെ 4-ാം അധ്യായം കൊണ്ട് കഴിയുമ്പോൾ ഇസ്രയേൽ ആവും ആ സെന്റർ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ കഥ വീണ്ടും ഫോക്കസ്, ആ ക്യാമറയുടെ ഫോക്കസ് വരുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തിനോടാണ്. അപ്പൊ ഇതുവരെ നമ്മൾ 4-ാമത്തെ അധ്യായം വരെ യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ, പേരുകൾ തന്നെ എടുത്തു നോക്കുമ്പോൾ അതിലെല്ലാം തന്റെ ജാതികളോട്, അല്ലെങ്കിൽ തന്റെ ജാതികളിൽ നിന്ന് വന്ന തന്റെ ജനത്തിനോടാണ് സംസാരിക്കുന്നത്, സഭയോടാണ് സംസാരിക്കുന്നത്. പക്ഷേ 4-ാം അധ്യായം മുതൽ ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്. കാരണം ആ പേരിൽ തന്നെ വരുന്ന വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം. ഇസ്രായേലിന്റെ യഹൂദ ഗോത്രത്തിലെ സിംഹം, ദ റൂട്ട് ഓഫ് ജെസെ. അങ്ങനെ എല്ലാം പതുക്കെ യഹൂദന് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്യാമറയുടെ ഫോക്കസ് യഹൂദനിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് യഹൂദിനെ ബേസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇനി സംഭവിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ സംഭവിക്കുന്നത് യെരുശലേമിലും ഇസ്രായേലിലുമാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ലോകം മൊത്തം കടന്നു പോകുമെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തിനും ആ ദേശത്തിനുമാണ്. അപ്പം നമ്മൾ വെളിപാടിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു 7 മുദ്രയിട്ട ഒരു ചുരുൾ കണ്ടു അല്ലെ. അത് ഓരോ മുദ്രയും പതുക്കെ കർത്താവ് തുറക്കാൻ തുടങ്ങിയപ്പോൾ 4 കുതിരകളെ കുറിച്ച് നമ്മൾ കേട്ടു. ദ വൈറ്റ് ഹോഴ്സ്, ദ റെഡ് ഹോഴ്സ്, ദ ബ്ലാക്ക് ഹോഴ്സ്, ദ പേൽ ഹോഴ്സ്. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 5-ാമത്തെ ചുരുൾ സീല് പൊട്ടിച്ചു. 6-ാമത്തെ 7-ാമത്തെ അതെല്ലാം നമ്മൾ കവർ ചെയ്തു. ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങളോട് 3 ഭാഗങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1, ഡാനിയലിന്റെ 9-ാം അധ്യായം. ഇത് എന്തുകൊണ്ടാണ് ഡാനിയലിന്റെ 9-ാം അധ്യായം എന്ന് പറഞ്ഞാൽ, ഇതാണ് വെളിപാട് മനസ്സിലാക്കണമെങ്കിൽ ദിസ് ഇസ് ദ കീ. ഇതൊരു താക്കോലാണ്. ഈ താക്കോൽ വെച്ച് വേണം വെളിപാടിനെ തുറക്കുവാൻ. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് വെളിപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ഇത് രണ്ടും യേശു ക്രിസ്തു ഇനി വരാനിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പരാമർശിച്ച ഭാഗമാണ്. അതും നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അതിൽ കൂടെ നോക്കി അല്ലെ. അത് കൂടാതെ എന്നിട്ട് വേണം വെളിപാടിന്റെ 6-ലേക്ക് വരാൻ. അപ്പൊ വെളിപാടിന്റെ 6-ലേക്ക് വരുമ്പോൾ ഈ 2 ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വ്യക്തത വരും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗം ഒത്തിരി കാര്യങ്ങൾ കടന്നു പോയത് കൊണ്ട് ഒന്നും കൂടെ നമുക്ക് ആഴത്തിൽ നോക്കാൻ വേണ്ടി നമ്മൾ ഡാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുന്നതാണ്. എന്തിനാണ് ഡാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായം നോക്കുന്നത്? കാരണം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്റെ 4 ശിഷ്യന്മാർ തന്നോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി വരാനിരിക്കുന്ന അവസാനം വരെയുള്ള കാര്യങ്ങൾ അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുള്ള മറുപടിയായിട്ട് യേശു ക്രിസ്തു കാണിക്കുന്നത് ഈ ഭാഗമാണ്. ഡാനിയൽ പ്രവാചകൻ പറഞ്ഞ ആ ഭാഗത്തേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും
അത് പറയുന്നത്. കാരണം എന്താ, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു ഇംഗ്ലീഷിൽ, ദ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. ഇത് നിങ്ങൾ, അതായത് മ്ലേച്ഛതയുടെ ഒരു 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 ശൂന്യം ഉണ്ടാക്കുന്ന ഒരാളാണ് അല്ലെ. ദ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ, അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇത് അവസാന കാലഘട്ടമാണെന്നുള്ളത്. എന്നിട്ട് ഡാനിയൽ പുസ്തകത്തിലാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡാനിയൽ പുസ്തകത്തിന്റെ 9-ാം അധ്യായം, അതിന്റെ 24 മുതൽ 27 വരെ. നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത്, കാരണം ഇത് മനസ്സിലാകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് ഒരു മലയാളം റീഡറിന്റെ ആവശ്യമാണ്. ഡാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിക്കും. അതിക്രമത്തെ അവസാനിപ്പിച്ച് പാപങ്ങൾ മുദ്രവെക്കുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് ശാശ്വത നീതി സ്ഥാപിക്കുവാനും ദർശനവും പ്രവചനവും മുദ്രവെക്കുവാനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ 70 ആഴ്ചവട്ടം, അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു മുഖവരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഇവിടെ ഉണ്ട്, 70 ആഴ്ചവട്ടം. അപ്പൊ അതാണ് അതിന്റെ സ്കോപ്പ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഇത് ഈ ഓരോ കാര്യങ്ങൾ, ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം നമുക്ക് ഈസിയാണ് അത് പ്ലേസ് ചെയ്യാൻ. ഇതിന്റെ ഓർഡർ ഓഫ് ഇവന്റ്സ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഈ പലപ്പോഴും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും പദങ്ങളും യഹൂദിന് പെട്ടെന്ന് മനസ്സിലാവുമെങ്കിലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം 70 ആഴ്ചവട്ടം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന, ഇവിടെ ഇംഗ്ലീഷിൽ 70 വീക്സ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ കലണ്ടർ അനുസരിച്ചുള്ള ആഴ്ചകളാണ്. അല്ല, ഈ ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റു ഇയേഴ്സ് ആണ്, വർഷങ്ങളാണ്. ഇൻറ്റു 7 കൂട്ടിക്കോണം. അതായത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 വർഷമാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. 7 ദിവസങ്ങളല്ല, 7 വർഷമാണ്. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷബൂയിൻ എന്നൊരു വാക്കാണ്. ഈ ഷബൂയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു യഹൂദിനെ സംബന്ധിച്ച് ഈ ഷബൂയിൻ എന്ന് കേൾക്കുമ്പോൾ അറിയാം അത് 7 ദിവസമല്ല, അത് 7 വർഷമാണ് അവർക്കറിയാം. അതായത് ലേവ്യ പുസ്തകം 25-ാം അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ 7ന്റെ കണക്ക് നന്നായിട്ട് മനസ്സിലാവും, ആഴ്ചകളുടെ കണക്ക് മനസ്സിലാവും. അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫീസ്റ്റ് എന്ന് വെച്ചാൽ ഫീസ്റ്റ് ഓഫ് വീക്സ്. ആഴ്ചവട്ടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ദ ഫീസ്റ്റ് ഓഫ് വീക്സ്. പിന്നെ ഒരു ജൂബിലി ഇയർ, അതായത് വീണ്ടും 49 വർഷത്തിന്റെ ഒരു കണക്കാണ്. 7 × 7. അതായത് അവിടെ നമ്മളിപ്പം ഇസ്രായേലില് അന്ന് കൃഷി ചെയ്യുവാണെങ്കിൽ 6 വർഷമേ കൃഷി ചെയ്യാവൂ. 7ാമത്തെ വർഷം എന്ത് ചെയ്യണം? ആ ഭൂമിയെ റെസ്റ്റ് ചെയ്യണം, അതിന് റെസ്റ്റ് കൊടുക്കണം. ആ 7ാമത്തെ വർഷം അവർ ആ നിലം ഉഴുതുകയോ പുതുതായിട്ട് ഒന്നോ ചെയ്യുകയോ ചെയ്യരുത്. അപ്പം ആ 7ാമത്തെ വർഷം ആ ഭൂമിക്ക് കൊടുക്കുന്ന റെസ്റ്റ് ആണ്. അങ്ങനെ 7 തവണ, മനസ്സിലായല്ലോ? 6 വർഷം, പിന്നെ ഒരു ഇന്റർവെൽ, അത് കഴിഞ്ഞിട്ടാണ് പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 7ാമത്തെ വർഷം റെസ്റ്റ്. അങ്ങനെ 7 തവണ കഴിയുമ്പോൾ 49 വർഷമായി. മനസ്സിലായല്ലോ? 6 വർഷം നമ്മൾ കൃഷി ചെയ്യുന്നു, 7ാമത്തെ വർഷം ആ നിലത്ത് കൃഷി ചെയ്യരുത്, റെസ്റ്റ് ആണ്, ആ ലാൻഡിന് കൊടുക്കുന്ന റെസ്റ്റ് ആണ്. അങ്ങനെ 7 തവണ കഴിയുമ്പോൾ 49 വർഷമാവും. 49 വർഷം കഴിയുമ്പോൾ 50ാമത്തെ വർഷം ജൂബിലി ഇയർ ആണ്. ജൂബിലി ഇയർ അത് ആ ഒന്നുകിൽ സ്ഥലം പാട്ടത്തിന് എടുക്കുകയാണെങ്കിൽ ആ സ്ഥലം പാട്ടത്തിൽ ആരെണ്ണോ എടുത്തോ ആ സ്ഥലം തിരിച്ച് ആ വ്യക്തിക്ക് പോകും. പിന്നെ കൂട്ടത്തിൽ ജോലിക്കാരുണ്ടെങ്കിൽ ജോലിക്കാരെയും ഫ്രീ ആക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ യഹൂദനെ സംബന്ധിച്ച് ഈ ആഴ്ചവട്ട കണക്ക് നന്നായിട്ട് അവർക്ക് അറിയാം. ഈ ഒരു ഇന്റർവെൽ അവരുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ടും വരും. ഇന്റർവെൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് അതിലേക്ക് വരും, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ 70 ആഴ്ച എന്ന് പറയുമ്പോൾ 70 ലിറ്ററൽ ആഴ്ചയല്ല, 70 × 7 ദാറ്റ് ഈസ് 490 ഇയേഴ്സ്, 490 വർഷമാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ 70 വീക്സ് അല്ല, 490 വർഷത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്കോപ്പ്. ഇതാണ് എത്ര കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ 70 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ആഴ്ചയല്ല, 490 ഇയേഴ്സ്. അപ്പൊ അതാണ് എന്തിനെ കുറിച്ചാണ് ഈ 70 ആഴ്ചയെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ഡാനിയലിന്റെ 9-ാം അധ്യായം 24-ാം വാക്യം. ഇനി 25. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിക്കേണ്ടത്
യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടമാകുന്നു. 62 ആഴ്ചവട്ടം കൊണ്ട് അത് തെരുവീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഇത് എന്താണെന്ന് ഞാൻ കുറച്ച് അടുത്ത സ്ലൈഡ് വരെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ 69 വർഷം, 69 ആഴ്ചവട്ടം, അല്ലെങ്കിൽ 69 എന്ത് ചെയ്തു? 2 ഡിവൈഡ് ചെയ്തു. 7ഉം 62 ഡിവൈഡ് ചെയ്തു. മനസ്സിലായല്ലോ? ഈ 70 ആഴ്ചവട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ 70 ഇപ്പോൾ 69 ആക്കി, 69 7ഉം 62 ആക്കി. എന്നിട്ട് എന്ത് സംസാരിക്കുന്നത്? എവിടെ മുതലാണ് സംസാരിക്കുന്നത്? ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. അപ്പൊ ഒരു കൽപ്പന പുറപ്പെടും, അന്ന് മുതലാണ് ആ കലണ്ടറിൽ അല്ലെങ്കിൽ അതിനെ എണ്ണി തുടങ്ങുന്നത്. മനസ്സിലായോ? അതെന്താണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ മനസ്സിലാവും. അപ്പൊ ഒരു കൽപ്പന പുറപ്പെട്ടു കഴിയുമ്പോൾ അത് മുതലാണ് 7 വർഷ കണക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 ആഴ്ചയല്ല, 7 വർഷം. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും 62 ആഴ്ചകൾ. 62 എന്ന് പറയുമ്പോൾ 62 × 7 വർഷങ്ങൾ. മനസ്സിലായല്ലോ? സിമ്പിൾ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് 26 വരാം. അഭിഷിക്തൻ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലാതാകും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും. 2 വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെ? 2 വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഒരു വ്യക്തിയല്ല, ഒരേ ആളല്ല. ഒന്ന് മസിഹ മരിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലെ? കൊല്ലപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അത് 62 ആഴ്ചവട്ടം അല്ലെങ്കിൽ 62 × 7 ഇയേഴ്സ് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഒരു പ്രഭു വരുന്നുണ്ട്. അത് യേശു ക്രിസ്തു അല്ല, പ്രഭു വരുന്നുണ്ട്. ഈ പ്രഭുവിന്റെ ആൾക്കാർ വന്നാണ് ആ സിറ്റിയെ തകർക്കുന്നത്. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും തകർക്കുവാൻ അവര് നോക്കുവാണ്. അപ്പം വീണ്ടും 2 വ്യക്തികൾ ഇവിടെ ഉണ്ട്. ആദ്യം വന്നത് മസിഹയാണ്, യേശു ക്രിസ്തുവാണ്. രണ്ടാമത് വരുന്നതാണ് അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ്. ഈ പ്രഭു എന്ന് പറയുന്നത് യേശു ക്രിസ്തു അല്ല, അത് എതിർ ക്രിസ്തുവാണ്. ഓക്കെ, ഇനി അവസാനത്തെ 27 കൂടി വായിക്കാമോ? അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും ഉടമ്പടി കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അപ്പൊ ഇത് 69 നമ്മൾ ഡിവൈഡ് ചെയ്തു, 7ഉം 62 ഡിവൈഡ് ചെയ്തു. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇപ്പം 70ാമത്തെ ആഴ്ചയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഡാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യം 70-ാം അധ്യായം, അത് 70-ാം ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ ആഴ്ചയുടെ അല്ലെങ്കിൽ 7 വർഷത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പൊ ആ 7 വർഷത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവൻ വരും എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പ്രഭുവാണ് ഈ പറയുന്നത്. അപ്പൊ ഒരു ഉടമ്പടി വെക്കും. ഉടമ്പടിയുടെ ഒരു പകുതി 3.5 വർഷം വലിയ കുഴപ്പമില്ലായിരിക്കാം, സമാധാനം കൊടുക്കും എന്നുള്ള ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിന്റെ കൃത്യം 3.5 വർഷം ആകുമ്പോൾ മട്ടുമാറും. എതിർ ക്രിസ്തു അവിടെ വന്ന് അതിവിശുദ്ധ സ്ഥലത്ത് വന്നിട്ട് അവനെ തന്നെ ആരാധിക്കുവാൻ പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇപ്പൊ നമ്മൾ വായിച്ചത് നമ്മൾ ഒന്നും കൂടെ അത് മനസ്സിലാക്കാൻ നോക്കുക. ആ കണക്കുകൾ ഒന്നുകൂടെ നോക്കാൻ പറ. ആദ്യം നമ്മൾ വായിച്ചത് എന്താ? 69 2 വിഭാഗിച്ചു. 69 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 69 × 7. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്നിട്ട് ആ 69 എങ്ങനെ ഡിവൈഡ് ചെയ്തു? 7ഉം 62 ഡിവൈഡ് ചെയ്തു. അപ്പൊ 7 × 7 എത്ര? 49 വർഷം. അതാണ് എന്ന് മുതലുള്ള കണക്ക് തുടങ്ങുന്നത്. ആർട്ടസേഴ്സസ് എന്ന രാജാവ് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് അന്ന് മുതലാണ് ആ കാൽക്കുലേഷൻ നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ കൽപ്പനകൾ ഇല്ലേ? ഉണ്ട്. ബൈബിളിൽ 4 കൽപ്പനകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ 3 കൽപ്പനകളും ആ ദൈവത്തിന്റെ ആലയത്തിനെ പണിയുവാൻ വേണ്ടിയാണ്. ആ സിറ്റിയെ പണിയുവാനായിട്ടുള്ള കൽപ്പന വരുന്നത്
ഈ സമയത്താണ്. അപ്പൊ ഇത് വളരെ വ്യക്തമായി പറയുന്നത് ദൈവത്തിന്റെ ആലയം യഥാസ്ഥാനപ്പെടുത്തുന്ന കൽപ്പനയല്ല, ആ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കൽപ്പന. അന്ന് മുതലാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആർട്ടസേഴ്സസ് ഒരു കൽപ്പന പ്രകടിപ്പിക്കുന്നുണ്ട്. അന്ന് മുതലാണ് ഈ കണക്ക് 49 വർഷം എടുക്കുവാണ്. എന്നാൽ കൃത്യം 49 വർഷം തന്നെ എടുത്തു നെഹമായ അവിടെ ചെല്ലുവാനും അതിന്റെ ആ പട്ടണത്തിനെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാനും അതിന്റെ മതിലുകൾ പണിയുവാനും കൃത്യം 49 വർഷം എടുത്തു. അപ്പൊ എന്തിനാ ഇത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്? കാരണം ഇതിന് ശേഷം വീണ്ടും ഒരു സംഭവം സംഭവിക്കാൻ പോകും, ഒരു കണക്ക് വരാൻ പോവുകയാണ്. ഏതാ? 62 ആഴ്ച. 62 ആഴ്ച എന്ന് പറഞ്ഞാൽ 62 × 7 434 വർഷം. ആദ്യത്തെ സംഭവിക്കുന്നത് 445 BC മുതൽ 396 BC 396 BC-യിലാണ് സംഭവിക്കുന്നത്. ആ 49 വർഷം എപ്പോ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഫ്രം 445 BC to 396 BC. ഇതിനൊക്കെ കണക്കുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇത് നമുക്ക് തിരിച്ചുപോയി നമുക്ക് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും കഴിയും. ഓക്കെ, അപ്പം ഈ 7 × 7 49 വർഷം എപ്പോഴായിരുന്നു? 445 BC-യിൽ ആർട്ടസേഴ്സസ് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മുതലുള്ള കഥയാണ്. അത് മുതൽ 396 BC വരെയുള്ള കഥയാണ്. പക്ഷേ 396 BC മുതൽ 62 ആഴ്ചയുടെ ഒരു കണക്ക് പറയുന്നു. × 7 434 വർഷം. അതായത് യെരൂശലേം സിറ്റിയെ പണിതു, ആലയത്തിന്റെ ഡെഡിക്കേഷൻ വെച്ചു. ഏതാ? ദൈവാലയത്തിന്റെ ഡെഡിക്കേഷൻ ചെയ്ത അന്നു മുതൽ വീണ്ടും അടുത്ത കണക്ക് വരുന്നു. 434 വർഷത്തിന് ശേഷമാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. അപ്പൊ അതുവരെയുള്ള കണക്ക്, അതാണ് മസിഹയുടെ കണക്ക് അവർ പറയുന്നത്, അവൻ കൊല്ലപ്പെടുമെന്ന് പറയുന്നത്. അതും ആ കണക്ക് പ്രകാരം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞു. ഈ 2 കണക്കുകളും ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഏതാ? 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും. അതായത് 434-ഉം 49 വർഷവും രണ്ടും നടന്നു കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, 70-ാമത്തെ ആഴ്ചവട്ടം. അത് 7 വർഷം. ഇത് തമ്മിൽ ഒരു ഇന്റർവെൽ ഉണ്ട്. നമ്മളിപ്പോഴൊരു ഇന്റർവെൽ ടൈമിലാണ്. മനസ്സിലായോ? അതായത് 70-ാമത്തെ ആഴ്ച തുടങ്ങിയിട്ടില്ല ഇതുവരെ. 69-ാമത്തെ ആഴ്ച വരെ ഉള്ളതെല്ലാം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞു. 70-ാമത്തെ ആഴ്ചയിലാണ് അടുത്ത കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതുവരെ ഇന്റർവെൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്റർവെൽ എന്താ? ത്രൂ ഔട്ട് ദ ബൈബിൾ നമുക്ക് ഇന്റർവെൽ കാണും. ഈ ഇന്റർവെൽ നമ്മൾ ബൈബിളിൽ എല്ലാം കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ഓർമ്മയുണ്ടോ? 6 ഇനി ഈ വെളിപാട് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. ആ മുദ്രകൾ എത്രയുണ്ട്? 7 മുദ്രകളുള്ള ചുരുളാണ്. അതിൽ 6 എടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരു ബ്രേക്ക് ഉണ്ട്. അതിനുശേഷമാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന കാര്യം പറയുന്നത്. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കാഹളങ്ങളുടെ കാര്യമാണ് പറയുന്നത്. കാഹളം 7 കാഹളങ്ങൾ ഉണ്ടെങ്കിലും 6 കാഹളം വരെ ഒറ്റയടിക്ക് പറയുകയും പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് 7-ാമത്തെ കാഹളത്തിന്റെ കാര്യം പറയുന്നത്. 7-ാമത്തെ കാഹളം എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? കലശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 7 കലശങ്ങൾ. വീണ്ടും 6 കലശം, ബ്രേക്ക്, 7-ാമത്തെ കലശം. മനസ്സിലായി ഞാൻ എന്താ പറയുന്നത്? അപ്പൊ ത്രൂ ഔട്ട് ദ ബൈബിൾ 24 വട്ടം ബൈബിളില് ഈ ഇന്റർവെൽ കാണിക്കുന്നുണ്ട്. 24 വട്ടം. നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രം. അപ്പൊ ഈ ഇന്റർവെൽ എന്ന് പറയുന്ന കാര്യം, ഈ ബ്രേക്ക് ബൈബിളിൽ പുതുമയുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഈ ബ്രേക്ക് എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്ന് അറിയാമോ? ഇതുവരെയുള്ള കണക്ക് നോക്കുവാണെങ്കിൽ 1970 ഇയേഴ്സ് 1970 ഇയേഴ്സ് ആയി ഇതുവരെ. എല്ലാ 2000 വർഷവും എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് നടന്നിട്ടുണ്ട് ബൈബിൾ പ്രകാരം. അപ്പൊ നമ്മൾ ഏകദേശം അടുത്ത് എത്താറായി. പക്ഷെ ഇത് എന്റെ കണ്ടെത്തലുകളാണ്. ഇനി നിങ്ങൾ തന്നെ ബൈബിൾ പഠിച്ച് ഇത് മനസ്സിലാക്കുക. കാരണം ഇനി പണ്ടൊരു കാര്യം നടന്നിട്ടുണ്ട്. ഇതുപോലെ ആൾക്കാർ കാൽക്കുലേറ്റ് ഡേറ്റ് കണ്ടുപിടിച്ചപ്പോൾ പലരും ജോലിക്ക് പോകാതായി. ചിലര് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് മാക്സ് ഔട്ട് ചെയ്തു. കാരണം അവർ പറഞ്ഞു യേശു ക്രിസ്തു വരികയാണ്, ഇനി ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ക്രെഡിറ്റ് കാർഡ് ഇട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ചിലര് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. ചിലർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി പല ഓപ്പറേഷനുകൾ വേറെ ചെയ്തത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ഭയാനകമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. 69 ആഴ്ചവട്ടം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞു. ഇനി സംഭവിക്കാനുള്ളത് 70-ാമത്തെ ആഴ്ച, അതായത് അവസാനത്തെ 7 വർഷം. അതിന് നടുക്ക് ബൈബിളിലെ ബാക്കി വെളിപാടിലെ എല്ലാ ഭാഗങ്ങളും കാണുന്ന പോലെ 6 കഴിഞ്ഞിട്ട് 7 തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇന്റർവെൽ പോലെ ഒരു ഇന്റർവെൽ സമയമാണ്. അപ്പൊ നമ്മൾ ഈ ഇന്റർവെൽ സമയത്താണ് ഈ സഭ എന്ന മിസ്റ്ററി വന്നിരിക്കുന്നത്.
ഇത് ആക്ച്വലി ദൈവം മറച്ചു വെച്ച ഒരു കാര്യമാണ് ഈ സഭ എന്നുള്ളത്. അത് യഹൂദനോ ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. അത് പിന്നീട് കാണിച്ചു കൊടുക്കുന്നത് പൗലോസിനും പിന്നീടുള്ള അപ്പോസ്തലന്മാർക്കുമാണ് ഈ സഭ എന്ന മിസ്റ്ററി, ഒരു വലിയൊരു മർമ്മം കാണിക്കുന്നത്. ഈ ഇന്റർവെല്ലിലാണ് സഭ പൊങ്ങുന്നത്. അപ്പൊ എത്ര വർഷമായി? 1970 years ആയി കഴിഞ്ഞു. അപ്പൊ ഇനി സംഭവിക്കാനുള്ളത് 70 വർഷമാണ്. ഈ 70 വർഷം എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? ഒരു ഉടമ്പടി വരുമ്പോൾ. അപ്പൊ അടുത്ത ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഈ പ്രഭു ഒരു വലിയ പ്രഭു വരും അല്ലെ? ആ പ്രഭു വന്നിട്ട് ഇസ്രായേൽ ജനതയോട്, അല്ലാതെ ലോകം മൊത്തമല്ല, ഇസ്രായേൽ ജനതയോട്, ഞാൻ വീണ്ടും പറയുന്നു, ഈ ക്യാമറ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇസ്രായേൽ ദേശത്തും ആ ഇസ്രായേൽ മക്കളിൽ മാത്രമാണ്. അതിന് ചുറ്റും വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഫോക്കസ് ഇസ് ഓൺ ഇസ്രായേൽ. 70ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുന്നത് ഈ പ്രഭു വന്ന് ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി വെക്കുകയും ആ ഉടമ്പടി പ്രകാരം വീണ്ടും യാഗങ്ങളും ആരാധനയും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് അവര് വീണ്ടും ആ ടെമ്പിൾ ദേവാലയം അവർ പണിയുവാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദേവാലയം പണിയാതെ അവർക്ക് യാഗങ്ങൾ തുടങ്ങുവാൻ സാധ്യമല്ല. യാഗങ്ങൾ തുടങ്ങാതെ ഈ പ്രഭുവിന് വന്ന് നിർത്താൻ പറ്റത്തില്ല. തുടങ്ങാത്ത യാഗത്തിനെ എങ്ങനെ നിർത്താൻ കഴിയും? ഇപ്പോഴും യാഗങ്ങൾ അർപ്പിക്കുന്നില്ല. കാരണം എന്തുവാ? അവിടെ ടെമ്പിൾ ഇല്ല, ആ ദേവാലയം അവിടെ ഇല്ല. അപ്പം ഒരുപക്ഷെ ഈ ഉടമ്പടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അവര് ആ ദേവാലയം പണിയാൻ തുടങ്ങുന്നത്. ആ പണിയുമ്പോൾ തന്നെ അവർ യാഗങ്ങൾ അർപ്പിച്ചു തുടങ്ങും. കാരണം യാഗം അർപ്പിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. യാഗം അർപ്പിച്ച് 3.5 വർഷം കഴിയുമ്പോൾ ഈ എതിർ ക്രിസ്തു വന്നിട്ട് പറയും, ഈ ഉടമ്പടി വെച്ച ആള് പറയും, ഇനി ഇത് നടപ്പതില്ല, ഇത് മൊത്തം നിർത്തിക്കൊള്ളാൻ പറയും. എന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് പുള്ളിയെ തന്നെ ആരാധിക്കാൻ പറയും. മനസ്സിലായല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പം എങ്ങനെയാണ് ആ ദാനിയേൽ പുസ്തകത്തിന്റെ ആ 9-ാം അധ്യായം ഇത് ഇങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ആദ്യം 70 ആഴ്ചയെ കുറിച്ച് പറഞ്ഞു. 70 ആഴ്ച എന്ന് പറയുമ്പോൾ 70 × 7 490 years. എന്നിട്ട് അടുത്ത വാക്യം എന്ത് പറഞ്ഞു? 69 കുറിച്ച് പറഞ്ഞു. 69 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. 7ഉം 62ആയിട്ട്. കാരണമുണ്ട്, ആർട്ടസസിന്റെ കൽപ്പന പോയതിനു ശേഷം ആണ് ആ ദേശം പണിയാൻ തുടങ്ങുന്നത്. യെരുശലേം എന്ന സിറ്റി പണിയാൻ തുടങ്ങുന്നത്. അതിന് 49 വർഷം എടുത്തു. അതാണ് 7 ആഴ്ചവട്ടം. അതിനുശേഷം അതിന്റെ ഡെഡിക്കേഷൻ, ആ ആലയത്തിന്റെ ഡെഡിക്കേഷൻ തൊട്ട് 62 ആഴ്ചവട്ടം ഇൻറ്റു 7 434 years. അപ്പോഴാണ് യേശു ക്രിസ്തു, അതാണ് AD 32. അവിടെയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്. AD 32 ആണ്. അപ്പൊ ഈ സംഭവിക്കുന്ന ഈ കാലഘട്ടം 434 വർഷം എന്ന് പറയുന്നത് 396 BC to AD 32. ഇനി AD 32 മുതൽ ഇന്ന് വരെ ഉള്ളത് 1970 years. ഈ 2000 വർഷത്തിനുള്ളിൽ ക്രിസ്തു വന്നാലോ? ഇത് എന്റെ ചിന്തയാണ്. നിങ്ങളത് വായിക്കുക, മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന് ഇന്ന് വരാം. 2ാം വരവല്ല, റാപ്ചർ. ഇത് രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ജനം എടുക്കപ്പെടുന്നതും 2ാം വരവും 2 കാര്യങ്ങളാണ്. കാരണം എന്തുവാ? നമ്മൾ എടുക്കപ്പെടുവാൻ ഒന്നും തടസ്സമല്ല, ഒന്നും നിവർത്തിക്കേണ്ട ആവശ്യമല്ല. ഇപ്പോൾ സംഭവിക്കാം, ഈ ബൈബിൾ സ്റ്റഡിയുടെ ഇടയിൽ സംഭവിക്കാം. പക്ഷെ 2ാം വരവിന് ഈ കണക്ക് പ്രകാരം തന്നെ വരുള്ളൂ. സഭ അന്നും മർമ്മത്തിൽ തന്നെയാണ്, മിസ്റ്ററി തന്നെയാണ്. സഭയുടെ സ്റ്റാർട്ടിങ്ങും മിസ്റ്ററിയാണ്, സഭയെ കൊണ്ടുപോകുന്നതും മിസ്റ്ററിയിലാണ്. ദൈവം അത് എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ഇസ്രായേൽ എന്ന ദേശത്ത് സംഭവിക്കാൻ പോകുന്നതും ഇസ്രായേൽ ജനതയോട് സംഭവിക്കാൻ പോകുന്ന മിസ്റ്ററി അല്ല, അത് എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇച്ചിരി കൺഫ്യൂഷനിൽ വന്നേക്കാം, ഇതെന്താണ് സംസാരിക്കുന്നത്. നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഇവിടെ ഒരു സീക്വൻസ് നടക്കാണ്. സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ? നമ്മൾ ഈ 7 മുദ്രകൾ ഉള്ള ഈ ചുരുള് തുറക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അവിടെ ആരുണ്ടായിരുന്നു? 24 മൂപ്പന്മാരും 7 ലാംപ് സ്റ്റാൻഡും അല്ലേ? ലാംപ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മലയാളം എന്തുവാണ്? ദീപങ്ങൾ എന്താണ്? എന്താണ് 7 ദീപങ്ങൾ എന്ന് വെളിപാട് പറയുന്നത്? ആത്മാക്കൾ, 7 ആത്മാക്കൾ. അതല്ല, ലാംപ് സ്റ്റാൻഡ്സ്, നിലവിളക്ക്. 7 നിലവിളക്ക്. ഈ ഓരോ നിലവിളക്ക് എന്താണ്? സഭകളാണ്. അപ്പം ഈ 7 മുദ്രയുള്ള ഈ ചുരുള് തുറക്കുമ്പോൾ 24 മൂപ്പന്മാരും ആരുമുണ്ട്?
7 സഭകളുണ്ട്. സഭകളെന്ന് പ്രതിനിധീകരിക്കുകയാണ്. അതായത് ഈ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, ഈ 70ാമത്തെ വർഷം തുടങ്ങുമ്പോൾ മുദ്ര പൊട്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ 70ാമത്തെ വർഷം അല്ലെങ്കിൽ ആഴ്ചയുടെ തുടക്കം മുതൽ ആണ് ഈ മുദ്ര പൊട്ടിക്കുന്നത്. മുദ്ര പൊട്ടിച്ചിട്ടുള്ള കാര്യമാണ് ഈ 70ാമത്തെ അവസാനത്തെ 7 വർഷം നടക്കാൻ പോകുന്നത്, 70ാമത്തെ ആഴ്ചവട്ടം നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? വെളിപാട് 6 ബന്ധം മനസ്സിലായോ? വെളിപാട് 6 മുദ്ര ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത്, അത് ഇപ്പൊ സംഭവിച്ചു തുടങ്ങിയില്ല. സംഭവിക്കുന്ന എപ്പോഴാ? ആ 70ാമത്തെ ആഴ്ചയിലാണ്. പക്ഷെ ഇത് ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോ തന്നെ അവിടെ 24 മൂപ്പന്മാരുണ്ട്, 7 സഭകളെ പ്രതിനിധീകരിക്കുന്ന എന്തുണ്ട്? നിലവിളക്കുണ്ട്. അതായത് സഭ ഓൾറെഡി, അതായത് മണവാട്ടി ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മൾ എടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കാണും എന്ന് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇത് എന്റെ കാഴ്ചപ്പാടാണ്. കാരണം ഈ 24 മൂപ്പന്മാർ ആരാന്ന് വേറെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഇസ്രായേൽ അല്ല. ഇസ്രായേൽ എടുക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേൽ താഴെ കിടക്കുവോ എപ്പോഴും. അപ്പൊ 24 മൂപ്പന്മാർ ആരാ? 12 ഗോത്രത്തിൽ നിന്ന് വന്നവരല്ല. 12 അപ്പോസ്തലന്മാരും, ചിലർ പറഞ്ഞു 12 അപ്പോസ്തലന്മാരും 12 ഗോത്രത്തിലെ മുഖ്യന്മാരാണ്. അല്ല. കാരണം ഇസ്രായേൽ താഴെ കിടക്കുന്നേ ഉള്ളൂ. അവിടെ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ 24 മൂപ്പന്മാർ ആരാ? 24 ഞാൻ പറയുന്നില്ലേ, എപ്പോഴും സഭയുടെ കണക്കാണ് ഈ 24 എന്ന് പറയുന്നത്. അപ്പോ 7 നിലവിളക്ക് അവിടെ നടക്കുന്നു പറഞ്ഞാൽ സഭ മൊത്തമായിട്ട് മണവാട്ടിയാവുന്ന സഭ അവിടെ ഉണ്ട്, എടുക്കപ്പെട്ടിരിക്കുന്നു. റാപ്ചർ എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനുശേഷമാണ് കുഞ്ഞാടിന്റെ കയ്യിൽ എന്ത് വരുന്നത്? ആ ചുരുള് വരുന്നത്, അല്ലെ? 7 മുദ്രയുള്ള ആ ചുരുളുകൾ വരുന്നത്. എന്നിട്ടാണ് ചുരുളുകൾ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് ഏത്? ആ 7ാമത്തെ ആഴ്ചവട്ടം നടക്കുന്ന കാര്യമാണ് സ്വർഗത്തിൽ. ഈ പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. മറ്റേത് എവിടെ നടക്കുന്ന കാര്യമാണ്? ഇസ്രയേലിൽ, യെരൂശലേമിൽ നടക്കുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ ഇത് രണ്ടും വ്യത്യാസം? ഒരേ സമയത്ത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ചെറിയൊരു കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ സഭയുടെ എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് 70ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 7ാമത്തെ വർഷത്തിൽ നടക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ മൂന്ന് തിയറി ഉണ്ട്. ഒന്ന്, സഭ ഇത് 70ാമത്തെ ആഴ്ച തുടങ്ങുന്ന അല്ലെങ്കിൽ അവസാനത്തെ 7 വർഷം മഹാകഷ്ടകാലത്തിൽ എന്ന് പറയുന്ന 7 വർഷം, അതായത് 3.5 വർഷമാണ് മഹാകഷ്ടകാലം. എന്നാൽ അതിന്റെ തുടക്കം 7 വർഷത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും. അതാണ് റാപ്ചർ. വേറൊരു കൂട്ടർ പറയുന്നു ഇല്ല, 3.5 വർഷം ആദ്യത്തെ ഒരു സമാധാന കാലം കഴിഞ്ഞിട്ട് മഹാകഷ്ടകാലം എന്ന് പറയുന്ന യഥാർത്ഥ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യുന്ന 3.5 വർഷം എടുക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ അതിലൊന്നും നമ്മൾ ഈ കഥ ഫിറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും എഴുതാത്ത. ചിലർ പറയുന്നു സഭ പൂർണ്ണമായിട്ടും ഈ മഹാകഷ്ടകാലത്തിലൂടെ കടന്നു പോകും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഈ 2ാമത്തെ വരവ്, സെക്കൻഡ് കമ്മിങ്ങിൽ ഈ സഭ ക്രിസ്തുവിന്റെ കൂടെ ഇറങ്ങി വരികയാണ്. അപ്പൊ നമ്മൾ മഹാകഷ്ടകാലത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ക്രിസ്തുവിനൂടെ വരുന്ന ആൾക്കാർ ആരാണ്? ഇസ്രായേൽ ജനത താഴെ കിടക്കുന്നു, സഭയും താഴെ തന്നെ ഭൂമിയിൽ തന്നെയാണെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ വരുന്ന മണവാട്ടി ആരാണ്? അത് ആ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് നിങ്ങൾ തന്നെ പഠിക്കുക. ഓക്കെ, 7ാമത്തെ ആഴ്ച തുടങ്ങുന്നതിന് മുമ്പ്, ആ 7 വർഷം മഹാകഷ്ടകാലം എടുക്കുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടും. അതാണ് റാപ്ചർ. പിന്നീട് നടക്കുന്നത് 2 കാര്യങ്ങൾ അവിടെ നടക്കും. ഈ 7 വർഷത്തിൽ സ്വർഗത്തിൽ 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ബീമാ സീറ്റ് ജഡ്ജ്മെന്റ്. ബീമാ സീറ്റ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും തന്ന താലന്തും സമയത്തും വെച്ച് നമ്മൾ യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വസ്തയോടെ ചെയ്തവർക്ക് റിവാർഡ് കിട്ടും, പ്രതിഫലം കിട്ടും. ഓർമ്മയുണ്ടോ മറ്റേ നമ്മൾ പഠിച്ച പാരബിള്? 3 ദാസന്മാരുണ്ടായിരുന്നു. 3 ദാസന്മാർക്ക് താലന്ത് കൊടുത്തു. യജമാനൻ വരാൻ താമസിച്ചു. ശ്രദ്ധിച്ചോ? യജമാനൻ താമസിക്കുന്നു. ആ 3 പാരബിളിലും യജമാനൻ താമസിക്കും. ഒരു താമസം കൊണ്ട്. അപ്പൊ ഇപ്പോഴും നമുക്കൊരു താമസം തോന്നില്ലേ? 1970 ഇയേഴ്സ് പോയി അല്ലെ? വലിയൊരു താമസമാണ്. അപ്പൊ പലപ്പോഴും സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും വിചാരിക്കാം ഇത് വെറുതെയാണ്, ഇത് ഒരിക്കലും നടക്കില്ല. 1000 വർഷമായി 2000 വർഷമായി ഇങ്ങനെയൊന്നും ഒരു സംഭവം നടന്നിട്ടില്ല. നമ്മൾ പിന്നെ എവിടെയെങ്കിലും ആരാധിക്കാൻ പോണം, നമുക്കൊരു കൂട്ടായ്മ വേണം, അത്രേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ വരവൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാം, കാശുണ്ടാക്കാം, നമ്മൾ അടിച്ചു പൊളിക്കാം.
അങ്ങനെയല്ല, ഇത് സംഭവിക്കും. അത് നമ്മൾ എടുക്കപ്പെടും. അവിടെ ചെന്ന ബീമാ സീറ്റിന് മുമ്പിൽ ദൈവം ചോദിക്കും, മകനെ നീ വിശ്വസ്തയോടെയാണ് ചെയ്തത്. വിശ്വസ്തനായ ദാസന് അവിടെ റിവാർഡ്, പ്രതിഫലം കൊടുക്കും. എന്നിട്ട് ആ പ്രതിഫലം കൊടുത്ത ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുമായിട്ടാണ് കല്യാണത്തിന്റെ വിരുന്നിന് പോകുന്നത്. എല്ലാവരും ആ വിരുന്നിന് കയറുകയില്ല. കല്യാണ വിരുന്നിന്റെ ഒരു കഥയുണ്ട് അല്ലേ, നമ്മൾ അറിയാം. കല്യാണ വിരുന്നിന് വസ്ത്രമില്ലാതെ ഒരാൾ കയറി പോവുകയും ആ വ്യക്തിയെ എടുത്ത് പിന്നെ വീണ്ടും എടുത്ത് പുറന്തള്ളുന്ന ഒരു കഥയുണ്ട്. എല്ലാവരും, എല്ലാ വിശ്വാസികളും, എല്ലാ ദൈവജനവും ഈ കുഞ്ഞാടിന്റെ ഈ കല്യാണ വിരുന്നിൽ കാണില്ല. ഈ പ്രതിഫലം ലഭിച്ച് വിശ്വസ്തയോട് നിന്നവർ മാത്രമാണ് തന്റെ ആ വിരുന്നിന് പോകുന്നത്. പിന്നെ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും, ആ കഥയെ നമുക്കറിയാം. വീണ്ടും അതിലും ശ്രദ്ധിച്ചോ, എല്ലാവരും മണിയറയിൽ കയറുന്നില്ല. ബുദ്ധിയുള്ള കന്യക മാത്രം കയറുന്നുള്ളൂ. എണ്ണ ഉണ്ടായിരുന്ന കന്യകമാർ മാത്രമേ കയറുന്നുള്ളൂ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ ഭാഗത്തെ കുറിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ കല്യാണ വിരുന്നിൽ വിശ്വസ്തയോടെയുള്ള ദാസന്മാർ മാത്രമേ എൻ്റെ അകത്ത് കയറുകയുള്ളൂ. ഇതെല്ലാം എപ്പോഴാണ് നടക്കുന്നത്? ഭൂമിയിൽ മഹാകഷ്ടകാലം നടക്കുമ്പോൾ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ എന്താ സംഭവിക്കുന്നത്? ഈ സമയം കൊണ്ട് ഈ ഉടമ്പടിയുമായിട്ട് എതിർ ക്രിസ്തു വരുന്നു, ഇസ്രായേലുമായിട്ട് ഉടമ്പടി വെക്കുന്നു. അതിന്റെ 3.5 വർഷം അവർക്ക് ഒരു സമാധാനമുണ്ട്. അതൊരു ഫോൾസ് പീസ് ആണ്. അവർക്ക് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അവരെ കുറിച്ച് അവർക്ക് വലിയ ഗ്രാഹ്യമില്ല. പക്ഷെ 3.5 വർഷം കഴിയുമ്പോൾ മട്ട് പാറുന്നു, മഹാകഷ്ടകാലം തുടങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് എതിർ ക്രിസ്തു പറയും, യാഗങ്ങളെല്ലാം നിർത്തിക്കോ, ഇനി നീ എന്നെ ആരാധിച്ചേ മതിയാവും. അന്ന് മുതൽ ലോകം കണ്ടില്ലാത്തത് പോലെ ഉള്ള കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യാണ്. അതേ സമയത്ത് ദൈവവും ആ ഭൂമിയെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, വിധിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തുവാ? ആ സ്ക്രോള് തുറന്നു, മറക്കണ്ട, 4 കുതിരകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തുകൂടെ പിശാചിന്റെ ക്രോധം, മറുഭാഗത്തുകൂടെ ദൈവത്തിന്റെ ക്രോധം. എന്തുകൊണ്ട് സഭ ഇതിൽ കൂടെ കടന്നു പോകണം? അങ്ങനെ ഈ മഹാക്രോധത്തിൽ കൂടെ, ഈ 2 ക്രോധത്തിൽ കൂടെ സഭ കടന്നു പോകുന്നും എങ്ങും എഴുതിയിട്ടില്ല. ഇസ്രായേൽ കടന്നു പോകുന്ന എഴുതിയിട്ടുണ്ട്, പക്ഷെ സഭ കടന്നു പോകുന്ന എങ്ങും എഴുതിയിട്ടില്ല. കാരണം സഭ എങ്ങനെയാണ്? മണവാട്ടിയാണ്. തന്റെ മണവാട്ടി ഇങ്ങനെ ഒരു കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്ന എങ്ങും എഴുതാത്തതുകൊണ്ട് തന്നെയാണ് ഇത് 2 സംഭവങ്ങളാണെന്ന് പറയുന്നത്. കാരണം എടുക്കപ്പെടുന്നത് വേറൊരു സംഭവം. എടുക്കപ്പെടുന്നതിൽ യേശുക്രിസ്തു മധ്യാകാശത്തെ വരുന്നു, ദൈവത്തിന്റെ ജനത്തിനെ എടുക്കുകയാണ്. രണ്ടാമത്തതിൽ വേറൊരു യുദ്ധത്തിനായിട്ട് വരികയാണ്. യുദ്ധത്തിനായിട്ട് തന്റെ മണവാട്ടിയിലൂടെ താഴോട്ട് വരികയാണ്. ആ സമയത്താണ് പിശാചിനെ 1000 ആണ്ട് വാഴ്ച, അതായത് 7 വർഷം കഴിയുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി തന്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. ആ സമയം 1000 ആണ്ടിന് വേണ്ടി സേറ്റൻ വിൽ ബി ബൗണ്ട്. അവന് യാതൊരു ഫ്രീഡവും കാണത്തില്ല. അതാണ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച എവിടെയാണ്? ഭൂമിയിലാണ്, സ്വർഗത്തിലല്ല. അതിനുശേഷമാണ് പിന്നോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ മനസ്സിലായല്ലോ, ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ ഈ ഡാനിയലിന്റെ ആ 9-ാം അധ്യായം 24, 25, 26, 27 നമ്മൾ കൃത്യമായിട്ട് ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതും നമുക്ക് മനസ്സിലാവും. അപ്പൊ 7-ാമത്തെ നമ്മുടെ പ്രാർത്ഥനയും ദൈവം അങ്ങനെ തന്നെ ആക്കട്ടെ. ഈ 7 വർഷം സഭ ഇവിടെ കാണില്ല. ഉണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ പിശാചിന്റെ മുദ്ര ഏൽക്കുക, അല്ലെങ്കിൽ ജീവൻ വെടിയുക. ഈ 2 ഓപ്ഷനേ അവിടെ കാണുകയുള്ളൂ. സഭ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്നതല്ല സഭ ഈ കഷ്ടകാലത്തൂടെ പോകണം എന്നാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സഭയും ദൈവത്തിന്റെ ജനത്തിനും വേറെ ഓപ്ഷൻ കാണുകയില്ല. പക്ഷേ ഇത് മൊത്തം ഈ ദൈവവചനം എഴുതിയത് ഫിറ്റ് ആവണമെങ്കിൽ, ഈ സംഭവിച്ചതൊക്കെ അത് ഒരു ഓർഡറിൽ വരണമെങ്കിൽ ഇതാണ് മോസ്റ്റ് പ്രോബബിൾ. പക്ഷേ നിങ്ങൾ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഡാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായം അത്രയും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് അത് ചിന്തിക്കുവാനും ഈ ഓരോന്ന് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ പഠിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ 7 വർഷത്തിന് മുമ്പ് നമ്മൾ എടുക്കപ്പെടുമോ, അല്ലെങ്കിൽ നടുക്കെടുക്കപ്പെടുമോ, അല്ലെങ്കിൽ കഷ്ടകാലത്ത് കൂടെ നമ്മൾ കടന്നു പോകുമോ? അത് യു ക്യാൻ ഡു ദാറ്റ് സ്റ്റഡി. അത് നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എത്ര പറഞ്ഞാലും നമ്മൾ തന്നെ പോയി പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, ദൈവം കാണിക്കുന്നത്. അപ്പം ഈ കഷ്ടകാലം ഈ നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറം കഷ്ടതയുള്ള ഒരു സമയമാണ്.
മനസ്സിലായോ? ദിസ് ഇസ് അൺബിലീവബിൾ പെയിൻ, അൺബിലീവബിൾ ടോർച്ചർ, അതൊക്കെ സംഭവിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഇപ്പം നടക്കുന്ന പോലെയുള്ള കാര്യമൊന്നും അല്ല സംഭവിക്കുന്നത്. അതുവരെ ലോകം കണ്ടില്ലാത്ത പോലത്തെ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ചിലര് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ചിലർ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കും. ആക്ച്വലി ഇത് ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു വ്യക്തി നിന്ന് തന്നെ ആരാധിക്കണമെന്നും അതിനെ മ്ലേച്ഛതകളിലേക്ക് കൊണ്ടുവന്ന മ്ലേച്ഛതയുടെ ശൂന്യതയാക്കുന്ന ഒരു കാര്യം ഓൾറെഡി നടന്നില്ലേ? അത് സത്യമാണ്, നടന്നിട്ടുണ്ട്. ആന്റിയോക്കസ് എപ്പിഫനസ് എന്ന് പറയുന്ന സെലൂസിയ അല്ലെങ്കിൽ സെലൂസറ്റ് രാജ്യത്തിൽ നിന്ന് വന്ന ആ വ്യക്തി ഇസ്രായേലിന്റെ ദേവാലയത്തിൽ വരികയും അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് അവിടെ പന്നിയെ, അതായത് സകല യാഗങ്ങളെ നിർത്തിയിട്ട് തോറ വായിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടും, തോറ വാസ് ബാൻഡ്. അത് കഴിഞ്ഞിട്ട് പുള്ളി അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒരു പന്നിയെ യാഗമാക്കി. എന്നിട്ട് സ്യൂസ് എന്ന ദൈവത്തിന്റെ ബിംബത്തിനെ അവിടെ വെച്ചിട്ട് സ്യൂസിനെ ആരാധിക്കാൻ പറഞ്ഞു. ഇത് 175 മുതൽ 164 BC നടന്നതാണ്. ആ സമയത്ത് മക്കബി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ യഹൂദ ബ്രദേഴ്സ് അവർ ഇതിനെ എതിർക്കുകയും അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇവർ ചെയ്യുന്ന ഈ ആന്റിയോക്കസ് എപ്പിഫനസ് തന്റെ ബർത്ത്ഡേക്കാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ആന്റിയോക്കസ് എപ്പിഫനസ് തന്റെ ബർത്ത്ഡേ, തന്റെ പിറന്നാൾ ദിവസം ഈ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പന്നിയെ യാഗം അർപ്പിച്ചിട്ട് സ്യൂസിനെ വെച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് വേറെ ദൈവമൊന്നുമില്ല, നിങ്ങൾ സ്യൂസിനെ ആരാധിക്കണം. അന്ന് മുതൽ 3 വർഷം ഈ മക്കബി ബ്രദേഴ്സ് ഇതിനെ എതിർക്കുകയും അടുത്ത 3 വർഷം കഴിഞ്ഞ് വീണ്ടും ആന്റിയോക്കസ് എപ്പിഫനസിന്റെ പിറന്നാൾ ദിവസം അവര് തിരിച്ചു പിടിക്കുകയും ആ യെരുശലേമിനെ തിരിച്ച് യാഹോവയ്ക്ക് അവർ റീഡെഡിക്കേറ്റ് ചെയ്യും. അതിനെയാണ് ഹനൂക്ക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ പറയുന്നത്? കാരണം യോഹന്നാന്റെ 10-ാം അധ്യായം 22-ാം ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയും യേശു ക്രിസ്തു ഈ ഫെസ്റ്റിവലിന് പോവുകയും ചെയ്തു. അപ്പൊ ഇത് വെറും കെട്ടുകഥകളല്ല. അവിടെ ഈ ഹനൂക്കനാണ് സാധാരണ 7 നിലവിളക്കല്ലേ, 7 ദീപങ്ങളുള്ള നിലവിളക്കല്ലേ. ഹനൂക്കയ്ക്ക് 9 ബ്രാഞ്ചാണ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതാണ് ഹനൂക്ക. ഓക്കെ, അപ്പം ഹനൂക്ക 165 BC നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് യോഹന്നാന്റെ 10-ാം അധ്യായം 22-ാം വാക്യം, അത് ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്നാണ്, ഹനൂക്ക എന്നല്ല എഴുതിയിരിക്കുന്നത്, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് നമുക്ക് പറയണമെങ്കിൽ 2 തെസ്സലോനിയർ 2-ാം അധ്യായം അതിന്റെ 3-4 വായിക്കാം. ആരും ഒരു വിധത്തിലും നിങ്ങളെ വഞ്ചിക്കരുത്. ആ ദിവസത്തിന് മുൻപ് ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും വിനാശത്തിന്റെ സന്തതിയായ അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം. അതായത് ഇത് ആരാ എഴുതുന്നത്? ഇത് പൗലോസ് ആണ്, അല്ലേ? പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് ആണ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. പൗലോസിന്റെ സമയമായി കഴിഞ്ഞപ്പോൾ ഈ ആന്റിയോക്കസ് എപ്പിഫനസിന്റെ കാര്യം നടന്നു കഴിഞ്ഞു, അല്ലേ? കാരണം യേശു ക്രിസ്തു മരിച്ചത് എപ്പോഴാ? 32 AD. അതിനുശേഷമല്ലേ അപ്പോസ്തലനായ പൗലോസ് വന്നത്. ഈ സംഭവം ഇസ്രായേലിലെ ഇന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഹനൂക്ക ഇതായിരുന്നു ആ ദൈവത്തിന്റെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് എന്ന് പൗലോസിന് മനസ്സിലായിരുന്നുവെങ്കിൽ പൗലോസ് പറയുന്നത് എന്തുവാ? നിങ്ങളെ ഇനി ആരും വഞ്ചിക്കരുത്, അത് നടന്നിട്ടില്ല. യഥാർത്ഥമായിട്ടുള്ള അവസാനത്തെ കാര്യം നടക്കണമെങ്കിൽ ഇത് സംഭവിക്കണം. മനസ്സിലായോ? കാരണം ഹനൂക്കയ്ക്ക് ഓൾറെഡി പൗലോസിന് അറിയാം. പൗലോസ് അത് പോയി ഡെഫിനറ്റ്ലി അവര് ആ ഫീസ്റ്റിന് പോയിട്ടുണ്ട്, ആ ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. പക്ഷെ അതല്ലെന്നാണ് ഈ 2 തെസ്സലോനിക്കർ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4. ആരും ഒരു വിധത്തിലും നിങ്ങളെ വഞ്ചിക്കരുത്. ആ ദിവസത്തിന് മുൻപ് ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും വിനാശത്തിന്റെ സന്തതിയായ അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്ന് ദൈവമാണെന്ന് നടിക്കേണ്ടതിന് ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തെയും എതിർക്കുകയും അവയ്ക്ക് മീതെ സ്വയം ഉയർത്തുകയും ചെയ്യും. അപ്പം ഇത് പൗലോസിന് ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ് പൗലോസ് പറഞ്ഞത് ഇത് നടന്നു കഴിഞ്ഞു, ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതല്ല പൗലോസ് പറയുന്നത്. പൗലോസിന് മനസ്സിലായ അതല്ല, ഇനിയും ഇത് ഒരു റിപ്പീറ്റ് വരും.
അപ്പൊ എങ്ങനെ നമുക്കറിയാവുന്ന ഈ അധർമ്മമൂർത്തി എണീച്ച് നിന്ന് ആദ്യം ആ അധർമ്മമൂർത്തി പ്രത്യക്ഷനാവണം. എതിർ ക്രിസ്തു വന്നു കഴിഞ്ഞാലേ ഈ കഥ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ട് ഉടമ്പടി ലംഘിച്ചിട്ട് തന്നെ താൻ ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുമ്പോഴാണ് അത് മഹാകഷ്ടകാലമാകുന്നത്. മറ്റേത് ഓൾറെഡി സംഭവിച്ചു, പക്ഷെ അത് മഹാകഷ്ടകാലമല്ല. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഉത്തരം. കറക്റ്റ് ആണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അത് ബൈബിളിൽ പറയുന്ന മഹാകഷ്ടകാലം അതല്ല. കാരണം എന്തുവാ? ഡാനിയലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന് 1-ാം വാക്യം അതോടെ വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജനത്തിന് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജനത ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. അതായത് ഇതൊരു ചെറിയ സംഭവമല്ല. അതുവരെ ആ രാജ്യം കാണാത്ത രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു കാലഘട്ടമാണത്. വളരെ വളരെ ആർക്കും അത് മിസ്സായി പോകാൻ പോകുന്നില്ല. അപ്പൊ ഇതായിരുന്നു ആ കാലഘട്ടമെങ്കിൽ തീർച്ചയായും പൗലോസ് അത് പറഞ്ഞേനെ. അതല്ല ഈ കാലഘട്ടം. ഇത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ ആ ജനത കടന്നു പോകുന്ന ഇനിയും നമുക്ക് ഇസ്രായേൽ ജനത ഇതുവരെ കടന്നുപോയത് ഒന്നുമല്ല, ഇനിയും കടന്നു പോകാൻ പോകുന്ന ആ ദിവസങ്ങൾ. അപ്പൊ നമ്മൾ വളരെയേറെ പ്രാർത്ഥനയിൽ ഇരിക്കേണ്ട ഭാഗങ്ങളാണ് ദൈവത്തിന്റെ ജനമേ. ഇതെല്ലാം നിങ്ങൾക്കത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും വിചാരിച്ചോ, ഒരേ ഒരു ചോദ്യം, നിങ്ങൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്ത് ആകാറായെന്നുള്ളത്? യേശു ക്രിസ്തു വരാറായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതോ ഇത് വെറും കെട്ടുകഥകളെന്നും ഡാനിയലിന്റെ പുസ്തകമൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, 1000-2000 വർഷമായി ഈ യേശു ക്രിസ്തു വന്നില്ല? ഒരു കാര്യം ഓർത്തോണം, യേശു ക്രിസ്തു വരുന്നു, ഞാൻ ഉടനെ വരുന്നു എന്ന് പറഞ്ഞത് അല്ലെ, ഐ ആം കമ്മിങ് സൂൺ. അതായത് യേശു ക്രിസ്തുവിന്റെ കണ്ണിൽ വെറും 2 ദിവസമേ ആയുള്ളൂ. 1000 ആണ്ടുകൾ ഒരു ദിവസം പോലെ, 1000 സബർസിന് ഒരു ദിവസം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ക്ലോക്ക് വെച്ചാണ്, പുള്ളിയുടെ വാച്ച് വെച്ചാണ്, യേശു ക്രിസ്തുവിന്റെ വാച്ച് വെച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ ഉടനെ വരുന്നത്. അല്ല നമ്മളെ പറ്റിച്ചതൊന്നുമല്ല. നമ്മൾ ആരെങ്കിലും നിങ്ങളെ പറയാണ് നിങ്ങളെ ശരിക്കും പറ്റിച്ചതാണ്, ഉടനെ വരും എന്ന് പറഞ്ഞ് 2000 വർഷമായി. ഈ പാർട്ടി ഒന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾ വെറുതെ കിടന്ന് ആരാധിക്കണ്ട. അപ്പൊ പറയണം, സഹോദര, ഇതുവരെയുള്ളതെല്ലാം ഈ പുസ്തകത്തിലെല്ലാം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞു. ഈ ടൈം ടേബിൾ ഉണ്ടല്ലോ, അത് കർത്താവിന്റെ വാച്ചാ. നമ്മളെ കൈ കെട്ടിക്കുന്ന വാച്ച് പ്രകാരമല്ല. ആ കർത്താവിന്റെ വാച്ച് പ്രകാരം വെറും 2 ദിവസം. അതാണ് ഉടനെ വരും എന്ന് പറയുന്നത്. നമ്മൾ തയ്യാറെടുത്തോ? ഇന്ന് യേശുക്രിസ്തു നമ്മളെ കൊണ്ടുപോകാൻ വരികയാണെങ്കിൽ നമ്മൾ വിശ്വസ്ത ദാസൻ എന്ന് നമ്മളെ വിളിക്കുമോ? അതോ നമ്മൾ ഈ ഭൂമിയിൽ വലിയവനാകുവാൻ വേണ്ടി വക്രതയിലും ഈ സഭയെയും എല്ലാം വിട്ടുകളഞ്ഞ് നമുക്ക് തോന്നിവാസം നമ്മൾ ജീവിച്ചോ? അതോ ദൈവം തന്ന ഓരോ അവസരത്തെയും, ദൈവം തന്ന ഓരോ ദിവസത്തെയും വിശ്വസ്തയോടെ നിങ്ങൾ അവന് വേണ്ടി കാത്തിരുന്നു? നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? നമുക്ക് ഇതൊക്കെ വളരെ തിയോളജി ആയിട്ടൊക്കെ ഇരുന്ന് ഇതൊക്കെ പടമൊക്കെ വരച്ചൊക്കെ പഠിക്കാം, വളരെ നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ ജീവിതങ്ങൾ മാറുന്നില്ലെങ്കിൽ, ഈ ക്രിസ്തു വരുന്നു എന്ന് നമ്മുടെ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ അത് കത്തിയിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തു വരിക തന്നെ ചെയ്യും. അതായത് നോഹ വളരെ നാളെ പ്രസംഗിച്ചു അല്ലെ, വളരെ നാളെ അലറി വിളിച്ചു പറഞ്ഞു കാണും ഒരു പ്രളയം വരുന്നു. പക്ഷെ ആ പ്രളയം വരിക തന്നെ ചെയ്തു. എല്ലാ വർഷവും നോഹയെ കളിയാക്കി കാണും ഓരോരുത്തരും. ഇവന് ഇനിയെങ്കിലും നിർത്തിക്കൂടെ, ഈ സഭയ്ക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എത്ര നാളായി ഇവര് പറയുന്നു അവൻ വരുന്നു, അവൻ വരുന്നു വരുന്നു. അവർക്ക് തന്നെ ഒരു നാണമില്ലേ? 2000 വർഷമായി ഒരു നാണമില്ല. പ്രിയജനമേ, അവൻ വരുന്നു. സഭ ഒരുങ്ങിക്കൊള്ളുക, നമുക്ക് ഓരോരുത്തരും ഒരുങ്ങിക്കൊള്ളുക. ഈ വെളിപാട് എന്തിനാ പഠിക്കുന്നത്? ഇത് ജ്ഞാനമായിട്ടും 7 പുസ്തകങ്ങൾ പഠിച്ചിട്ട് വേറെ ആരുടെങ്കിലും മണ്ടയിലേക്ക് കുതിര കയറാനുമല്ല. നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ആ രാജാതി രാജാവ് വരാറായി, ആ 7 വിളക്കിൻ മധ്യേ നിൽക്കുന്ന ആ സിംഹം വരാറായി. അപ്പൊ ആ ബീമാ സീറ്റ് ജഡ്ജ്മെന്റ് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ദൈവമേ
നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, ഞാൻ വിശ്വസ്തയോടെ ഞാൻ ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ ബുദ്ധിയുള്ള കന്യകയെ പോലെ ഞാൻ ആ വചനം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ ഓരോ ദിവസം അതനുസരിച്ച് മാറ്റി. ഞാൻ ദൈവവചനമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും നിന്ന് ആ എണ്ണയാവുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു. ഈ ലോകത്തിലെ ഒരു കണക്ഷനും ഞാൻ വെച്ചില്ല. ഈ ലോകത്തിലെ ഒന്നും എനിക്ക് വലുതല്ല എന്നു അങ്ങയുടെ രാജ്യമായിരുന്നു വലുത്. അപ്പൊ പലരും വിചാരിക്കും, എടാ ലേറ്റ് ആവുന്നു. ലേറ്റ് ആയാലും ഇല്ലെങ്കിലും ക്രിസ്തു പറയും, ഞാൻ ലേറ്റ് ആവോ ഇല്ലയോ നിങ്ങൾ നോക്കണ്ട, ഞാൻ എൻ്റെ സമയം അനുസരിച്ച് വരുന്നു. നിങ്ങൾക്ക് തന്ന സമയം, നിങ്ങൾക്ക് തന്ന ടൈം സ്ലോട്ട്, അത് എന്ത് ചെയ്തു? നിനക്ക് 1 താലന്ത് തന്നു, നിനക്ക് 2 തന്നു, നിനക്ക് 4 തന്നു, അത് നീ എന്ത് ചെയ്തു? എന്റെ സമയം നീ വിട്. യജമാനൻ ലേറ്റ് ആണെന്ന് നീ വിചാരിച്ചോട്ടെ, യജമാനൻ വരേണ്ട സമയത്ത് തന്നെ യജമാനൻ. പക്ഷെ യജമാനൻ പറഞ്ഞു, നിനക്ക് ഞാനൊരു കാര്യം ഏൽപ്പിച്ചു, അത് എന്ത് ചെയ്തു? അതേ ചോദ്യമാണ് ഇന്ന് ദൈവം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു? നിങ്ങൾ ചിലപ്പോൾ ഈ കണക്കുകളൊന്നും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ കൂടെ നക്ഷത്രം പോലെ പോകുന്നുണ്ടായിരിക്കും. ഡോണ്ട് വറി, ഇഫ് യു സീക്ക് ഇറ്റ്, നിങ്ങൾ യഥാർത്ഥത്തിൽ അത് പഠിക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധാത്മാവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുക തന്നെ ചെയ്യും. ആ 70 ആഴ്ചവട്ടം അത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാവും. 70, അത് പിന്നെ 69, അത് പിന്നെ 7, 62, അതെല്ലാം നടന്നു കഴിഞ്ഞു. കൃത്യം നടന്നു കഴിഞ്ഞു. ഇനി എന്താണ് അവസാനത്തെ 7 വർഷം? അതും സംഭവിക്കും. അതും ദൈവം പറഞ്ഞ ആ സമയത്ത് എങ്ങനെയൊക്കെയാണോ. കാരണം ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? നമ്മുടെ അപ്പായ എഴുതിയ ചെയ്യുന്നത്. അപ്പ എഴുതിയ സ്ക്രിപ്റ്റ് ഒരു ഇടതോ വലതോ മോയം പോന്നില്ല. പിശാജല്ല, പിശാജ് ആ സ്ക്രിപ്റ്റിലെ ഒരു ക്യാരക്ടർ മാത്രം. പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് പിശാചിനെയല്ല പേടിക്കേണ്ടത്. അപ്പൊ ഇന്ന് ദൈവത്തിന്റെ ജനമേ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്താണ് ഈ റാപ്ചർ, എന്താണ് ഈ സെക്കൻഡ് കമ്മിങ്? വേറെ ക്ലാസ് നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി മാത്രം എടുക്കാം. കാരണം ബൈബിളില് അത്രയേറെ വേഴ്സസ് ഉണ്ട്. അതായത് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് ഒരു വേഴ്സ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വരവിന് ഇൻറ്റു 8 തവണ കൂടുതൽ വേഴ്സസ് ഉണ്ട്. അത് വെച്ച് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും, ഒന്ന് റാപ്ചറും ഒന്ന് സെക്കൻഡ് കമ്മിങ് ആണ്. രണ്ട് കാര്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാവും. ഇത് ഒരു കാര്യമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകുന്നത്. കാരണം ഒന്നിൽ നമ്മൾ മധ്യാകാശത്തേക്ക് പോകുന്നു, 2ൽ നമ്മൾ ക്രിസ്തുവിനൂടെ ഇറങ്ങി വരുന്നു. ഇതെപ്പോ സംഭവിച്ചു നമ്മൾ ചോദിക്കും. ഇത് ഏതാണ്? ഇത് രണ്ടും ഒന്നാണെങ്കിൽ നമ്മൾ മേലോട്ട് പോയിട്ട് പിന്നെ എന്തിന് താഴോട്ട് വരുന്നു, അല്ലെങ്കിൽ താഴെ നിന്ന് മേലോട്ട് പോകുന്നു, കൺഫ്യൂഷൻ വരും. മറ്റേത് വളരെ വ്യക്തമാണ്. നമ്മൾ എടുക്കപ്പെട്ടു, നമ്മൾ സ്വർഗത്തിലുണ്ട്, അതിനുശേഷം രാജാവിന്റെ കൂടെ നമ്മൾ ഇറങ്ങി വരുന്നു. എന്തിന്? 1000 ആണ്ട് വാഴ്ചയ്ക്ക്. അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ മേലോട്ട് പോയിട്ട് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് സ്വർഗം എന്ന് പറയുന്നത് നേരെ മേലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടൊന്നും ഇല്ല. ഒരു 1000 ആണ്ട് വാഴ്ചയുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ജനമേ, ഇത് വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തതെല്ലാം നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലോട്ട് കയറുവാണ്. അപ്പൊ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ. ഇത് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തതയുണ്ടാകും. പക്ഷേ ചോദ്യം ഒന്ന് തന്നെ, നിങ്ങൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാമെന്ന് നിൽക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റി തുടങ്ങാം. ഈ രാജാവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം നമുക്ക്. സ്വർഗീയ പിതാവേ, we thank you, my Father, for everything that you have given us until now. നമുക്ക് ഇതുവരെ തന്ന സകല വെളിപാടിനും അപ്പ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഒരേ ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത്. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ സഭയെ, നീ തയ്യാറായി കഴിഞ്ഞു? നീ ഒരുങ്ങിക്കഴിഞ്ഞു? അവന്റെ വരവ് ഏറ്റവും അടുത്തെത്താറായി. ആ ദൈവവചനം അത് പറയുന്നത് കൃത്യമായിട്ട് തന്നെ നടക്കും. അതിൽ ഓരോന്നും സംഭവിക്കും. നീ ഒരുങ്ങിയോ? നീ നിന്റെ പാപം 6 കാര്യങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞു. നീ നിന്റെ പാപം വിട്ടോ ഒരുങ്ങിയോ? നീ പ്രായശ്ചിത്തം ഏൽപ്പിച്ചോ? അല്ലെങ്കിൽ ഡിഡ് യു റിപ്പന്റ്? ഡിഡ് യു സീക്ക് ഹിം? നമ്മൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടിയോ? അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇനി നമുക്കധികം സമയമില്ല. ഏത് സമയത്തും നമ്മൾ എടുക്കപ്പെടാം. ഏത് സമയത്തും. അതിന് ഇനി സമയമില്ല അധികം. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ലെറ്റ് us encourage one another. അപ്പ we thank you for your lovely word. ഇത് സ്വർണത്തെക്കാൾ വിലയുള്ളത് അപ്പാ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന അങ്ങയുടെ വചനം എല്ലാം അങ്ങയുടെ കാൽ കീഴിൽ വെക്കുന്ന അപ്പ. ഇന്ന് കേട്ടിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ അപ്പ. അവർ തിരിച്ചുപോയി ആ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, അവർക്ക് വേറൊരു ടീച്ചർ വേണ്ട, അങ്ങ് മതി. പരിശുദ്ധാത്മാവ് എന്ന ആ ടീച്ചർ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം മനസ്സിലാവും.
തേടുന്നവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഡാനിയൽ പ്രവാചകൻ ഇരുന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും ഉത്തരം വരിക തന്നെ ചെയ്തു. അപ്പ നമ്മുടെ കണ്ണുകളെ തുറക്കണമേ. Help us to get ready, O Lord, as we seek your kingdom. Let your kingdom come, let your will be done. In Jesus Christ, mighty and matchless name we pray.